അഥവാ മാനസിക സംഘർഷം, അതിൻ്റെ ചികിത്സയെപ്പറ്റി ഈ ആഴ്ച നമുക്ക് അല്പം ചിന്തിക്കാം. ആദ്യമേ പറയട്ടെ, സ്ട്രെസ്സിന് ശാശ്വത പരിഹാരമായ ഒരു ഗുളികയും ഈ ലോകത്ത് ഒരു ഡോക്ടറുടെയും കൈവശമില്ല. ഇന്ന് ലോകത്ത് ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള പ്രയാസം കൊണ്ട്, കിട്ടുന്ന ജോലി തന്നെ സ്ഥിരതയില്ലാത്തതിനാൽ, അതുപോലെ തന്നെ കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിലുണ്ടാകുന്ന ശൈഥില്യം, ഭീകരാക്രമണത്തെപ്പറ്റിയുള്ള ഭയം, ഇവയെല്ലാം അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനങ്ങളിൽ വലിയ മാനസിക സംഘർഷം ഇന്ന് സൃഷ്ടിക്കാറുണ്ട്. ഡോക്ടർമാർക്ക് തന്നെയും പുതിയ ഇൻഷുറൻസ് നിബന്ധനകൾ, മെഡിക്കെയറിലെ ചേഞ്ചസ്, പ്രൊഫഷണൽ ലയബിലിറ്റി ഇൻഷുറൻസും അത് തുടർന്ന കേസുകളും ഇവയെല്ലാം മനഃശാന്തി കെടുത്താൻ സ്ട്രെസ്സ് നൽകുന്നവയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ മലയാളി ഡോക്ടർമാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് AKMG അതിൻ്റെ 32ാമത് വാർഷിക സമ്മേളനത്തിൽ നടന്ന പല സംഗതികളും സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നൽകുന്ന നല്ല സാധന പാഠങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഇത്തവണത്തെ AKMG കൺവെൻഷൻ അമേരിക്കയിലെ സിയാറ്റിൽ നിന്ന് ആരംഭിച്ച് അലാസ്കയിലേക്ക് പോയി തിരിച്ചെത്തുന്ന 7 ദിവസം നീണ്ടു നിന്ന ഒരു വിനോദ കപ്പൽ യാത്ര, ക്രൂസിലൂടെ ആയിരുന്നു. പസഫിക് സമുദ്രത്തിലൂടെ ഒരാഴ്ച ഒഴുകി നടന്ന ഒരു ഒത്തുചേരൽ. 5000 പേരെ കയറ്റാവുന്ന ഒരു കപ്പലിൽ ഞങ്ങൾ 1000-ഓളം ആൾക്കാർ, മലയാളി ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശാന്ത സമുദ്രത്തിലൂടെ ഒരു കൊച്ചു കേരളം നീങ്ങുന്ന പ്രതീതി ഞങ്ങളിലുണ്ടാക്കി. ഇംഗ്ലണ്ടിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഉള്ള മലയാളി ഡോക്ടർമാരുടെ പ്രതിനിധികളും കേരള ബ്രാഞ്ച് ഓഫ് ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ്റെ നാട്ടിൽ നിന്നെത്തിയ പ്രതിനിധികളും ഞങ്ങളോടൊപ്പം ചേർന്നു. ഈ ദിവസങ്ങളിൽ ടെൻഷൻ എല്ലാം മാറി ശാന്തസമുദ്രം പോലെ ഞങ്ങളുടെ മനസ്സും ശാന്തമായി അനുഭവപ്പെട്ടു. അതിൻ്റെ കാരണങ്ങളെപ്പറ്റി ഇന്ന് ഭാഗികമായി അല്പം ഉറക്കം ഞാനിവിടെ ചിന്തിക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, ഇവയൊക്കെയാണ് സ്ട്രെസ് അകറ്റുവാനുള്ള നല്ല മാർഗങ്ങളെന്ന് ഇന്ന് മനഃശാസ്ത്രജ്ഞന്മാർ ഉപദേശിക്കാറുണ്ട്. സുഹൃത്തുക്കളോടൊപ്പം, പഴയ സഹപാഠികളോടൊപ്പം ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന ആ സന്തോഷവും മാനസിക അവസ്ഥയും ഏത് വില കൊടുത്താലും മറ്റെങ്ങും കിട്ടുക സാധ്യമല്ലെന്ന് AKMG അംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും മുഖത്തെ സന്തോഷം തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, പഴയ കാലങ്ങളുടെ നൊസ്റ്റാൾജിയയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ്. കപ്പലിലെല്ലാം മലയാളി മയമായിരുന്നു. കൂട്ടുകാർ അധികവും മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നു. മലയാളി ഭക്ഷണം ഉണ്ടാക്കിത്തരാനായി മലയാളി കുക്കുകളും വിളമ്പിത്തരാൻ മലയാളി വെയിറ്റർമാരും. ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് സദൃശ്യമാകയില്ലെങ്കിലും രുചികരമായ നല്ല മലയാള ഭക്ഷണം. You can retire from your job, but you can never retire from your social life if you want to be happy and stress-free എന്ന ആ ആപ്തവാക്യമില്ലേ, അതിൻ്റെ നിദർശനമായിരുന്നു റെസ്റ്റോറൻറ്റുകളിലും അതിൻ്റെ ഉപശാലകളിലും സ്നേഹിതന്മാർ ഒത്തുചേർന്നപ്പോൾ കണ്ടത്. സ്ട്രെസ് റിഡക്ഷനുള്ള മറ്റൊരു ഉപാധി മ്യൂസിക്കാണെന്നാണ് സൈക്യാട്രിസ്റ്റ് പറയാറുള്ളത്. ഞങ്ങളോടൊപ്പം കപ്പലിലുണ്ടായിരുന്ന ഗായകൻ വേണുഗോപാലും സ്വന്തം പേരിനെ അന്വർത്ഥമാക്കുന്ന ഗായിക ഗായത്രിയും മലയാള ഗസൽ മ്യൂസിക്കുകൾ കൂടെയും മറ്റ് ഗാനങ്ങളിലൂടെയും മിക്ക ദിവസവും നല്ല സംഗീത സദ്യകൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടായിരുന്നു. ആ ഗാനവീചികൾ തിരകളില്ലാത്ത ശാന്തസമുദ്രത്തെ പോലെ ടെൻഷൻ അകറ്റി ഞങ്ങളുടെ മനസ്സുകളെയും ശാന്തമാക്കി. എല്ലാ ദിവസവും ആരംഭിച്ചിരുന്നത് കപ്പലിലെ 14ാമത്തെ തട്ടിൽ വെച്ച് നൽകിക്കൊണ്ടിരുന്ന
യോഗ പരിശീലന ക്ലാസ്സുകളോടുകൂടിയായിരുന്നു. ഈ യോഗ പരിശീലന ക്ലാസ്സുകളുടെ അധ്യക്ഷന് ടീച്ചർ AKMGയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരുന്ന ഒരു കാർഡിയോളജിസ്റ്റ് കൂടിയായ അരവിന്ദപിള്ള തന്നെയായിരുന്നു. യോഗാഭ്യാസനം സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു പ്രധാന ഉപാധിയായി ഇന്ന് മോഡേൺ മെഡിസിൻ അംഗീകരിക്കുന്നുണ്ട്. സൂര്യ നമസ്കാരം തുടങ്ങി എല്ലാ യോഗാസനങ്ങളും വളരെ ലളിതമായി അരവിന്ദപിള്ള ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. എന്നാൽ വളരെ കുറച്ച് പേരെങ്കിലും നിശ്ചലമായി മലർന്നു കിടക്കുന്ന ശവാസനത്തിൽ മാത്രം തൽപരരായിരുന്നു എന്നതും ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും മെഡിറ്റേഷൻ ആൻഡ് യോഗ ടെൻഷൻ കുറയ്ക്കുന്നതിന് എങ്ങനെ സഹായിക്കുമെന്ന് അനേകർക്ക് ഇവിടെ വെച്ച് അനുഭവ പാഠവുമായി. അതുപോലെ തന്നെ കപ്പലിലെ ചാപ്പലിലെ പ്രാർത്ഥനാലയത്തിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായി ഡോക്ടർമാരും അവരുടെ ബന്ധപ്പെട്ടവരും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒത്തുചേരുന്നതും കണ്ടു. ടെൻഷൻ കുറയ്ക്കുവാനുള്ള ഫലപ്രദമായ മറ്റൊരു മാർഗമാണല്ലോ മെഡിറ്റേഷൻ ആൻഡ് പ്രയർ. കപ്പലിലെ വിപുലമായ എക്സസൈസ് മുറികളിൽ ആളുകൾ നിരന്തരമായി എക്സസൈസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതായി കണ്ടു. മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് എല്ലാ ദിവസവും 30-45 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് ഡോക്ടർമാർ രോഗികൾക്ക് നൽകുന്ന ഉപദേശം ഇവിടെ ഡോക്ടർമാർ തന്നെ പ്രാവർത്തികമാക്കുന്നത് കണ്ടു. CME കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ AKMGയുടെ വാർഷിക ഒത്തുചേരലിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. വിജ്ഞാന സമ്പാദനത്തോടൊപ്പം ഈ വാർഷിക ഒത്തുചേരലിൻ്റെ ചിലവിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും ടാക്സായി എഴുതിത്തള്ളാൻ സഹായിക്കുവാനും ഈ CMEകൾ സഹായിക്കാറുണ്ട്. ഈ ഇത്തവണത്തെ CMEകളിൽ ഒരു നല്ല പങ്ക് അമേരിക്കയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന് അമേരിക്കയിൽ പഠിച്ച ഞങ്ങളുടെ 2ാം തലമുറക്കാരായ ഡോക്ടർമാർ കുട്ടികളായിരുന്നു എന്നത് വളരെ അഭിമാനകരമായി തോന്നും. ഈ കുട്ടികളിൽ പലരും അമേരിക്കയിലെ സുപ്രസിദ്ധമായ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർമാരും അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുമൊക്കെയാണ്. എന്നാൽ AKMGയുടെ ഒരു മുൻ പ്രസിഡൻ്റായിരുന്ന രവീന്ദ്രനാഥൻ യോഗയും മെഡിറ്റേഷനും തുടങ്ങിയവ എങ്ങനെ മാനസിക സംഘർഷം കുറച്ച് ആരോഗ്യ സംരക്ഷണം നൽകുന്നുവെന്ന് കാണിച്ചു നൽകിയ CME പ്രഭാഷണം മാത്രമല്ല എല്ലാവർക്കും അറിയേണ്ട പലതും അടങ്ങിയതായിരുന്നു. ഒരു കാർഡിയോളജിസ്റ്റ് കൂടി ആയ രവീന്ദ്രൻ പറഞ്ഞു, ഹൃദ്രോഗം നിയന്ത്രിക്കുന്നതിന് പ്രധാനമായി നെഞ്ചിനകത്തുള്ള നമ്മുടെ അനാറ്റമിക്കൽ ഹാർട്ട് പരിരക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ അകത്തിരിക്കുന്ന മനസ്സിലെ ആ ഹൃദയം കൂടി സംരക്ഷിക്കുക ആവശ്യമാണെന്നാണ്. പ്രസിദ്ധ കാർഡിയോളജിസ്റ്റും AKMGയുടെ മുൻ പ്രസിഡൻ്റ് കൂടുമായ ഡോക്ടർ ഈനാശ് ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെയും ഹൃദ്രോഗം, അതിൻ്റെ കാരണങ്ങൾ, താൻ നടത്തിയ വിഖ്യാതമായ ഗവേഷണ പഠനങ്ങൾ ഇവയെല്ലാം വിവരിച്ചു. മറ്റൊരു AKMGയുടെ മുൻ പ്രസിഡൻ്റ് കൂടിയായ പ്രസിദ്ധ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ MV പിള്ള തൻ്റെ പ്രഭാഷണത്തിൽ രോഗി ഏത് ദശയിലായിരുന്നാൽ തന്നെയും ആളിന് സാമൂഹ്യ സമ്പർക്കവും ആശ്വാസവും പ്രതീക്ഷയും നൽകിയാൽ ക്യാൻസറിൻ്റെ ചികിത്സ കൂടുതൽ ഫലപ്രദമാകുമെന്ന് അനേക ഗവേഷണ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിച്ചു. ടെൻഷൻ മാറ്റാൻ മനസ്സിൻ്റെ സംഘർഷം കുറയ്ക്കുവാനുള്ള മറ്റൊരു ഉപാധിയാണ് ചിരി, ഉറക്കച്ചിരി. അതിനും AKMG സമ്മേളനത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. ഒരു ചിരിയരങ്ങ് തന്നെ AKMGയുടെ എല്ലാ സമ്മേളനത്തിനും ഭാഗമായുണ്ട്. ഇവിടെ ചിരിയുടെ ഒരു മാലപ്പടക്കം അതിന് തിരികൊളുത്തി കഴിഞ്ഞാൽ ഇടപെടാതെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ചിരി തന്നെയാണ് ഉണ്ടാകുക. ടെൻഷൻ കുറയ്ക്കാൻ ഇതൊരു പ്രധാന ആയി കരുതി അതിനുവേണ്ടി മാത്രമായി എത്തുന്ന AKMGകളും ഉണ്ട് എന്നറിയുന്നു. എല്ലാ ആഴ്ചയും കൈരളി TV-യിലെ വൈദ്യശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അതുമാത്രം ഇവിടെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താറുള്ള ഞാൻ ഈ ആഴ്ച AKMGയുടെ വാർഷിക സമ്മേളനവും ഒരു വിഷയമായി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം എൻ്റെ ശ്രോതാക്കൾക്ക് ഏകദേശം ഗ്രാഹ്യമായി കാണുമെന്ന് തോന്നുന്നു. വൈദ്യശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും ടെൻഷനും മനുഷ്യൻ്റെ സംഘർഷവും കുറയ്ക്കുന്നതിന് ഉപദേശിക്കുന്ന പലതും ഞങ്ങളിവിടെ അനുഭവിച്ചറിഞ്ഞു. ഒന്ന്, ഉത്തമ സുഹൃത്തുക്കളുമായുള്ള സഹവാസം മനസ്സിൻ്റെ പിരിമുറക്കം കുറയ്ക്കും.
2 മെഡിറ്റേഷൻ, പ്രേയർ ആൻഡ് യോഗ. ഇവ മനസ്സിൻ്റെ സംഘർഷം തീർച്ചയായിട്ടും ലഘൂകരിക്കും. 3 എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന തലച്ചോറിൽ പ്രവർത്തിക്കുന്ന എൻഡോർഫിൻസ് ടെൻഷൻ റിലീവറിന് നല്ല മരുന്നാണ്. 4 പിറന്ന നാട്ടിൽ നിന്ന് എത്ര മൈലുകൾക്കകലെയായിരുന്നാലും എത്ര വർഷങ്ങൾക്കകലെയായിരുന്നാലും ജീവിതത്തിൻ്റെ പ്രഭവസ്ഥാനത്ത് നമുക്ക് ലഭിച്ച ഭാഷയും വേഷയും സംസ്കാരവും സംഗീതവും സംസ്കൃതിയും നമ്മുടെ മനസ്സിന് കുളിർമയേകും. ചിരിക്കുക. 5 ചിരിക്കുക, ഉറക്കച്ചിരിക്കുക. ഇത് ടെൻഷൻ അകറ്റാനുള്ള നല്ല ഒരു ഒറ്റമൂലിയാണ്. അവസാനമായി പ്രകൃതിയുടെ ഉദാത്തമായ സൗന്ദര്യം ആസ്വദിക്കുവാൻ സമയം കണ്ടെത്തുക. ശാന്തസമുദ്രത്തിൽ ഒഴുകി നടന്നപ്പോൾ ഉദയാസ്തമനങ്ങൾ മാത്രമല്ല, ചക്രവാളവും ചന്ദ്രബിംബവും മാത്രമല്ല, അലാസ്കയോട് അടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ പകലിന് 18 മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നുവെങ്കിലും അവിടുത്തെ തീരങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആ ഗ്ലേഷ്യേഴ്സ്, ഐസ് കട്ടകൾ കാണുമ്പോൾ അത് മനസ്സിൻ്റെ സംഘർഷത്തെ ഉരുക്കുവാൻ തീർച്ചയായിട്ടും പ്രയോജനകരമായിരുന്നു. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.